നമസ്കാരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചകൾ അവസാനിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഓരോ ദിവസവും ഗുരുതരമായ പ്രശ്നങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ ദിവസം കഴിയുന്തോറും വലിയ രീതിയിലുള്ള ഓരോ പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുന്നു. നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും തന്നെ ഒരു പരിഹാരം ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. മൊത്തത്തിൽ മോഷണത്തിന്റെ പേരിൽ സംശയദൃഷ്ടിയിൽ നിൽക്കുന്ന ക്ഷേത്ര ജീവനക്കാർ ഉൾപ്പെടെ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതും അതീവ ഗൗരവം ഉളവാക്കുന്നതാണ്. ക്ഷേത്രത്തിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. പുറത്തുനിന്ന് ആർക്കും യഥേഷ്ടം ഓടി അകത്തേക്ക് കയറാൻ തക്കവണ്ണം സുരക്ഷ ഒന്നും തന്നെ അവിടെ കർശനമായി ഇല്ല എന്നതും വസ്തുതയാണ്. അടുത്തിടെയാണ് ഒരു ഭക്തൻ ഒളിക്യാമറയുമായി എത്തുകയും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് 1 മണിക്കൂറോളം ക്ഷേത്രത്തിനുള്ളിൽ ചുറ്റിത്തിരിഞ്ഞു നടന്ന് ക്ഷേത്രത്തിന്റെ സുപ്രധാനമായ ദൃശ്യങ്ങൾ പകർത്തിയത്. ഇന്ന് നടന്നത് അതിനേക്കാൾ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച. അതായത് പോലീസുകാരന്റെ കയ്യിൽ നിന്നും ആയുധം വൃത്തിയാക്കുന്നതിനിടെ വെടിപൊട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി. അതായത് അവരുടെ തോക്കിൽ നിന്നും ഒരു വെടിപൊട്ടി. പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ബുള്ളറ്റിനും കണക്കുണ്ട്. വെറുതെ പൊട്ടിച്ചു കളയാൻ പറ്റുന്നതല്ല തോക്കിലെ ബുള്ളറ്റുകൾ. ഡ്യൂട്ടി മാറുമ്പോൾ ഉദ്യോഗസ്ഥർ ആയുധം വൃത്തിയാക്കും. ഇതിനിടെയാണ് അബദ്ധത്തിൽ വെടിപൊട്ടിയത്. ആയുധം താഴേക്ക് പിടിച്ചാണ് വൃത്തിയാക്കേണ്ടത്. ഈ പ്രോട്ടോകോൾ പാലിച്ചതുകൊണ്ട് അപകടം ഒഴിവായി. ഇല്ലായിരുന്നുവെങ്കിൽ ആ വെടി നേരെ ചെന്ന് പതിക്കുക തൊട്ടടുത്ത് നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്റെയോ അല്ലെങ്കിൽ അവിടെ ദർശനത്തിനെത്തുന്ന ഏതെങ്കിലും ഒരു ഭക്തജനത്തിന്റെ നെഞ്ചത്തേക്കായിരിക്കും. നിലത്തേക്കാണ് വെടിയുണ്ട വന്നു വീണത്. എങ്കിലും വെടിവെച്ച ക്ഷേത്രത്തിൽ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കി. സുരക്ഷാ വീഴ്ചയായി മാത്രമേ ഇതിനെ കാണാനാകൂ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നടത്തും. അന്വേഷണം നടത്തിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാകാനില്ല എന്നാണ് ഭക്തജനങ്ങൾ തന്നെ പറയുന്നത്. കാരണം ഇതിനു മുന്നേ അവിടെ മോഷണങ്ങൾ നടന്നു, പാൽ മോഷണം നടന്നു, സ്വർണ്ണങ്ങൾ മോഷണം നടന്നു. എന്നിട്ടൊക്കെ പോലീസ് അന്വേഷിക്കുമെന്ന് പറയുന്നു. പോലീസ് വന്ന് തെളിവെടുപ്പ് നടത്തുന്നു, FIR രജിസ്റ്റർ ചെയ്യുന്നു, അന്വേഷണമൊക്കെ നടക്കുന്നു. ആ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. എങ്കിലും ഇതുവരെയായിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന മോഷണ കേസുകളോ സുരക്ഷാ പ്രശ്നങ്ങളിലോ ഇതുവരെ ഒരാളെ പോലും നമ്മുടെ കേരള പോലീസ് പിടികൂടിയിട്ടില്ല എന്നത് വസ്തുതയാണ്. ഈ അടുത്ത കാലത്ത് സുരക്ഷാ വീഴ്ചകൾ ബന്ധപ്പെട്ട അനവധി പരാതികളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉയരുന്നത്. കണ്ണടയിൽ രഹസ്യ ക്യാമറയുമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയ ഗുജറാത്ത് സ്വദേശി ഏറെ ചർച്ചയായിരുന്നു, വലിയ വിവാദമായിരുന്നു. അഹമ്മദാബാദ് സ്വദേശി സുരേന്ദ്ര ഷായാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. പിന്നെ ജാമ്യം നൽകി വിട്ടയച്ചു. അതിസുരക്ഷാ മേഖലയിൽ ചിത്രീകരണത്തിന് ശ്രമിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഘത്തിൽ സുരേന്ദ്ര ഷായ്ക്കൊപ്പം 5 സ്ത്രീകളും ഉണ്ടായിരുന്നു. മധുര, രാമേശ്വരം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷമാണ് സംഘം തിരുവനന്തപുരത്തെത്തിയത്. കൗതുകത്തിന് വേണ്ടിയാണ് രഹസ്യ ക്യാമറയിൽ വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് ഇയാൾ മൊഴി നൽകിയത്. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് സുരേന്ദ്ര ഷായ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ണട ഉൾപ്പെടെ ഐഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ പരിശോധന കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് സുരേന്ദ്ര ഷായുടെ കണ്ണടയിൽ ഒരു ലൈറ്റ് തെളിയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ കണ്ണട പരിശോധിക്കുകയും ഇയാളെ ഫോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്തു. വിശദമായ പരിശോധനയിൽ രഹസ്യ ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരണം നടത്തുകയായിരുന്നു എന്ന് കണ്ടെത്തി. കൂടാതെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്ന ക്യാമറ വിദേശത്ത് നിന്നാണ് ഇയാൾ വാങ്ങിയത്. പക്ഷേ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തത്. ഇതേറെ വിവാദത്തിന് തിരിതെളിച്ചു. ഇതിനൊപ്പം അടുത്ത കാലത്ത് ക്ഷേത്രത്തിൽ സ്വർണവും കളവുപോയി. ഇത് പിന്നീട് കിട്ടുകയും ചെയ്തു. പക്ഷെ ആരാണ് ഇത് എടുത്തതെന്ന്, ആരാണ് മണ്ണിൽ കൊണ്ട് ഉപേക്ഷിച്ചതെന്നും കണ്ടെത്താനുമായില്ല. പക്ഷേ പോലീസിന് ആളെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ അറസ്റ്റ് ചെയ്യില്ല. അത് അവരുടെ ക്ഷേത്രത്തിന്റെ ഇന്റേണൽ ആളുകളുടെ ഒരു ബന്ധം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണാതായ 13 പവന്റെ ദണ്ട് ക്ഷേത്രവളപ്പിലെ മണൽപ്പരപ്പിൽ നിന്നും കണ്ടുകിട്ടുകയായിരുന്നു. പോലീസും ക്ഷേത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരും ബോംബ് സ്ക്വാഡും ചേർന്ന് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ ആണ് ദണ്ട് ലഭിച്ചത്. മണലിൽ പുതഞ്ഞ നിലയിലായിരുന്നു ദണ്ട്. 7-നാണ് സുരക്ഷാ മുറിയിൽ നിന്നും ഇത് പുറത്തെടുത്തത്. ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു. മോഷണ ശ്രമമാണെന്ന് കരുതുന്നില്ല എന്നും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ് അറിയിക്കുകയും ചെയ്തിരുന്നു. ശ്രീകോവിലിന് മുന്നിലെ വാതിലിൽ സ്വർണം പൊതിയുന്നതിനാണ് ദണ്ട് പുറത്തെടുത്തത്. കാഡ്മിയം കലർന്നതിനാൽ കാഴ്ചയിൽ പിച്ചളയുടെ ഒരു നിറമായിരുന്നു. പടിഞ്ഞാറേ നടയിൽ വാതിലിന്റെ പഴയ സ്വർണം മാറ്റി പുതിയ സ്വർണ്ണ തകിട് ചേർക്കുന്ന ജോലിയാണ് അന്ന് ആരംഭിച്ചത്. ഇതിനുശേഷം സ്വർണം മുറിയിലേക്ക് മാറ്റിയിരുന്നു. ശനിയാഴ്ച കണക്കെടുത്ത സമയത്താണ് ദണ്ട് നഷ്ടപ്പെട്ട വിവരമൊക്കെ അവർ പുറത്തേക്ക് അറിഞ്ഞത്.
അങ്ങനെ ഒട്ടനവധി സുരക്ഷാ പ്രശ്നങ്ങൾ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിദേശ വനിത വന്ന് ഡ്രോൺ പറത്തി ക്ഷേത്രത്തിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ കംപ്ലീറ്റ് ഗോപുരങ്ങളുടെയും ഒരു വിഷ്വൽ എടുത്ത് കൊണ്ടുപോയി. കടൽ കടന്നു പോയിട്ടും നമ്മുടെ കേരള പോലീസ് അറിയുകയോ നടപടിയെടുക്കുകയോ ചെയ്തില്ല. അങ്ങനെ ഒട്ടനവധി സുരക്ഷാ പ്രശ്നങ്ങൾ, ഗുരുതരമായ സുരക്ഷാ സംവിധാനങ്ങൾ. ഈ ക്ഷേത്രത്തിൽ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ കേന്ദ്രസേനയും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസിനെ, ഫോർട്ട് പോലീസ് അടക്കമുള്ളവർക്കാണ് ഇതിൻ്റെ ചാർജ്. അവിടെ ഒരു സുരക്ഷാ വിന്യാസം നടത്തിയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴൊന്നും അവിടെ ഒരു വലിയ രീതിയിൽ ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. കാരണം അതീവ സുരക്ഷാ മേഖലയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിലോമീറ്ററോളം പരിധിയിൽ അതീവ സുരക്ഷാ മേഖലയാകുമ്പോൾ തന്നെ ഒരു മാസമെങ്കിലും ഓരോ മാസവും ഒരു മോക്ക് ഡ്രിൽ നടത്തണമെന്നത് ഒരു അനിവാര്യമായ ഒരു ഘട്ടമാണ്. കാരണം ഒരു സമയം പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് നേരെ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കയറാൻ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഒരു സുരക്ഷാ പ്രശ്നമാകും, നാണക്കേടാവും. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഒന്നും തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കൂടുതൽ അതീവ സുരക്ഷയുള്ള, അതീവ സാങ്കേതികമായ ടെക്നിക്കൽ സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ വിന്യസിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്.